കൊലപാതകത്തിൽ മുഖ്യപ്രതി ഉൾപ്പെടെ 4 പേർ പിടിയിൽ. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത അപ്പു എന്ന അഖിലിനെ തമിഴ്നാട്ടിൽ നിന്നാണ് പിടികൂടിയത്. ഗൂഢാലോചനയിൽ പങ്കാളികളായ ഹരിലാൽ, കിരൺ കൃഷ്ണ എന്നിവരും പിടിയിലായിരിക്കുന്നു. മുഖ്യപ്രതികളായ 2 പേർ ഇപ്പോഴും ഒളിവിലാണ്. സുനിഷ അയ്യലൂർ നൽകും വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും. സുനിഷ, കരുതിക്കൂട്ടിയുള്ള മുൻവൈരാഗ്യം മൂലമുള്ള കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അതിക്രൂരമായി കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരാൾ ഉൾപ്പെടെയാണ് പിടിയിലായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏത് രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്? വിനീത, ഇന്ന് രാവിലെയായിരുന്നു ഈ അഖിലിന്റെ കൊലപാതകത്തിലെ മുഖ്യപ്രതിയായിട്ടുള്ള അഖിൽ എന്ന അപ്പുവിനെ പോലീസ് പിടികൂടിയത്. തമിഴ്നാട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടുന്നത്. നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം ഈ ഇന്നോവ കാർ ഓടിച്ച ഡ്രൈവർ അനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളിൽ നിന്നുള്ള സൂചനയിലൂടെയാണ് പിന്നീട് മറ്റു പ്രതികളിലേക്ക് കൂടി അന്വേഷണ സംഘം എത്തുന്നത്. അതിന് പിന്നാലെയാണ് ഇന്ന് അഖിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പേരെ കൂടി 4 അംഗ സംഘമാണ് അഖിലിനെ കൊല ചെയ്യാനായി എത്തിയിരുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി 2 പേർക്കുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമായി തന്നെ തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് കാണിക്കുന്ന തരത്തിൽ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത 3 പേരെ കൂടി പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഹരിലാൽ, കിരൺ കൃഷ്ണ എന്നീ 3 പേരെയാണ്. ഇവരും ഈ ബാറിലെ കഴിഞ്ഞ ദിവസമുണ്ടായ തിരഞ്ഞെടുപ്പ് ദിവസമുണ്ടായ ബാറിലെ തർക്കമാണ് അഖിലിനെ കൊലപ്പെടുത്താനുള്ള കാരണമെന്നതായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത്. അന്ന് ബാറിലെ തർക്കത്തിൽ ഇവരൊക്കെ തന്നെയും ഉണ്ടായിരുന്നു എന്നതാണ് പോലീസിന്റെ നിഗമനം. ഇതിൽ കിരൺ കൃഷ്ണ ഈ അഖിലിനെ വെല്ലുവിളിച്ചിരുന്നു. നിനക്ക് ഈ രീതിയിൽ ഭീഷണിപ്പെടുത്തലടക്കം ഉണ്ടായിരുന്നു എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത്. ഒപ്പം തന്നെ ഈ മുഖ്യപ്രതി ഇപ്പോൾ പിടിയിലായിരിക്കുന്ന അഖിൽ എന്ന അപ്പുവിനെ ഈ തമിഴ്നാട്ടിലേക്ക് കടത്താനായി സഹായിച്ചിരുന്നത് ഈ കിരൺ എന്ന മറ്റൊരാളാണ് എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത്. ഒപ്പം തന്നെ അനീഷാണ് ഈ വാടകയ്ക്ക് വണ്ടിയെടുത്ത് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹരിലാലിനും ഈ കേസിൽ പങ്കുണ്ട് എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത്. അങ്ങനെ ഗൂഢാലോചന കേസിൽ 3 പേർ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. ഒപ്പം തന്നെ മുഖ്യപ്രതികളായിട്ടുള്ള 2 പേർ, ഈ 4 സംഘത്തിലെ 2 പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അതിൽ ഈ CCTV ദൃശ്യങ്ങളിൽ 3 പേർ ചേർന്ന് അഖിലിനെ മർദ്ദിക്കുന്നത് കൃത്യമായി തന്നെ കാണാമായിരുന്നു. അതിക്രൂരമായി കമ്പിവടി കൊണ്ട് അടിക്കുന്നതും ഈ കല്ല് ദേഹത്തേക്ക് എറിയുന്നതും അടക്കം കാണാം. ഈ ദൃശ്യങ്ങളിൽ കണ്ട ഒരാളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന അപ്പു എന്ന അഖിൽ. ഏതായാലും ഇയാളെ ഇപ്പോൾ ഫോർട്ട് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം ഫോർട്ട് ACP അടക്കം ഇവിടെ എത്തുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത്. ഇനി മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കൊണ്ടുപോയതിനു ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നതാണ്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി പിടിയിലാകാനുള്ളത് 2 പ്രതികളാണ്. ഈ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവരും ഏതെങ്കിലും രീതിയിൽ സംസ്ഥാനം കടന്നേക്കാമെന്നുള്ളൊരു സംശയം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും അത്തരത്തിൽ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു. ഒപ്പം തന്നെ ഒരു പ്രതി കൂടി പിടിയിലായ ഒരു പശ്ചാത്തലത്തിൽ ഇവരെ കൂടി ചോദ്യം ചെയ്യുന്നതോടുകൂടി മറ്റു പ്രതികളിലേക്ക് എളുപ്പത്തിൽ എത്താൻ കഴിയുമെന്നൊരു നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. അത്തരത്തിലുള്ള അന്വേഷണം ഏതായാലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വിനിത. ഏതായാലും ഫോർട്ട് ACPയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണം നടത്തുന്നു. ഇനി 2 പേരാണ് പിടിയിലാവാനുള്ളത്. ഇവർക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നു എന്നാണ് സുനിഷ റിപ്പോർട്ട് ചെയ്യുന്നത്.